എങ്ങനെ ചേച്ചി ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്ന് മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരിയാം, നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പൊടി. എന്താണോ ചേച്ചി? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളത്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിൽ ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ. എന്താ സാർ, വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ, ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം, ഞാൻ കാല് പിടിക്കണം. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്, പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു, സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാരും സർക്കാരോ? ആ പേരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ, അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം, ചാരാതട അലമാരിയില്. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് എഴുതു. ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ ബാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ച്, ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺദാസ് അലിവാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. നോക്കൂ, കുഴലല്ലേ? കുഴലാണ്. നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ, ആണ്. ജീ തരൂ, ഇനി തരൂ. ഈ കുഴല് വെച്ച് ഞാൻ ഇതാ അടയ്ക്കാൻ ഗുരു, അത് കെട്ടുപോകും. ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലി വാലി, സബ്ജരി ബർജരി, ഖബർദാർ ഖബർദാർ ഖബർദാർ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദ ഉണ്ട്. പ്രിയമുള്ളവരെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീജിയൻ. കൂടെടുക്കൂ. ജി ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാലിയാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബോബി, ആ പ്രാവിനെ ഇങ്ങ് കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബോബി, റെഡി?
പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. ആ പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. ആ റെഡി, കഥദാൻ, മെഹർബാൻ, ജബർവാലി, മഗർവാലി, ജവാൻ, ഏക് ഠപ്, ഭടക്, ഠിവിക്, മലക്, ധർ. ആ പ്രാവ് മാഞ്ഞു പോയിരിക്കുന്നു. അതാണ് മന്ത്രത്തിന്റെ ശക്തി. ഈ ഒരാഴ്ച നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? അതിന് തന്നെ അവിടെ നിന്ന് പുറത്താക്കിയില്ലേ? സാറോ മുങ്ങി നടന്നാ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോടാ? സാർ അത് ചരക്കെത്തിക്കാമെന്ന് പറഞ്ഞ കാശ് വാങ്ങിയിട്ട് എത്ര നാളായടാ? ഇടുക്കിന്ന് ഇപ്പൊ കഞ്ചാവ് വരവില്ല സർ. കിട്ടിയ ഉടനെ സാധനം ഞാൻ എത്തിച്ചോളാം. അത് മാത്രമാണോ നീ ഏറ്റ്? ചെമ്മീൻ കമ്പനിയിലേക്ക് പിള്ളേരെ തരാന്ന് നീ പറഞ്ഞില്ലേ? ഗോവയിലേക്ക് പറഞ്ഞ ഒറ്റ വീട്ടിൽ നിന്ന് പെൺപിള്ളേരെ അയക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സർ? പിന്നെ എന്തിനാണ് ചെറ്റ അന്ന് ആ തേട്ടൂന് വാക്ക് കൊടുത്ത്? ഇപ്പൊ എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റാതെ. സാർ എനിക്ക് കുറച്ച് ദിവസം കൂടി സമയം തരണം. ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം സർ. അയച്ചാ നിനക്ക് നല്ലത്. എന്നെ ശരിക്കും അറിയാലോ. ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കുട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സ് കാരണം തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? ആ പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൂടും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു പോയി. നിങ്ങളെ ഞാനൊന്ന് പുറേ പോയതാ. മാധവൻ കുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? തെരുവിൽ കിടന്ന ആ പട്ടിയുടെ കടി കൊണ്ട് ചാവണ്ടെന്ന് കരുതിയാ കൂടെ ചേർത്തത്. അതൊരു തെറ്റായിപ്പോയി. നീ ആരെന്ന് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോടാ കള്ളം. കള്ളം പറയുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലും നീ കാരണം എനിക്ക് പിണക്കേണ്ടി വന്നു. കിടന്ന് പോണ്ടോ ഇവിടുന്ന്? കള്ളൻ. നിന്റെ പോലെ നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലാതെ വേറെ എനിക്ക് ആരുമില്ല. എന്നെ ഇവിടെ പറഞ്ഞു വിടരുത്. ചേട്ടൻ വീടിന് കൊന്നു.
ചേട്ടാ 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 കണ്ണു തുറക്ക് ചേട്ടാ 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 കണ്ണു തുറക്കേട്ടാ ചേട്ടാ 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 എന്നെ കേട്ടാ ചേട്ടാ ചേട്ടാ എന്നെ കേട്ടാ ചേച്ചി 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 മതമുട്ടി മതമുട്ടി മോനെ നാ, എണീറ്റിരി. ആ. മകൻകുട്ടിയെ പടച്ചോനെ വായോർക്ക്. മകൻകുട്ടിയെ കണ്ണോർക്ക്. എന്താ മാധവൻകുട്ടി എന്താ പറ്റിയേ? അല്ലോ. എല്ലാവരും ഒരാള് കാരണ ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല എല്ലാ പണിയും ഒറ്റ കൈയല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പുടിച്ച സാധനം കൊണ്ടാ, അല്ലാതെ ഇങ്ങനെ വീർക്കൂല്ല പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതിക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോടോ. ഓ ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ ഞാന്. ആ. മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാം പറിച്ചോന്ന് നോക്കൂ. ബാ പോട്ടെ. ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ആരുമില്ലേ ഇവിടെ? വാസു, വാസു,
വാസുവിന്റെ വീടല്ലേ ഇത്? അതെ. വാസു ഇല്ലേ ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും? അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനിയത്തിയാ. ആ, എന്താ പേര്? രാധ. सेठ जी किधर है? ഉധർ. अच्छा। आइए आइए बैठिए। उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा। उस लड़की के बारे में जो कहा था। हमारा केरल का एजेंट वासु के पास एक लड़की है, अच्छी लड़की है। बहुत सुंदर है. वेरी गुड. അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. बिल्कुल. നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വിവരമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. എന്നാ. ആ, നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ, ലക്ഷ്മി എന്നാട്ടാ തിന്ന്. അടി അങ്ങനെ കണ്ടാ ഈ ഇലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി നിൽക്കാത്തത്. കണ്ടാ എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീന്തവിടെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാതെന്ന വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ? ആശാനെ ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം.